കേരള PSC വിന്നേഴ്സ് പ്ലസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ യഥാക്രമം ലഭ്യമാകുവാൻ സബ്സ്ക്രൈബ് ബട്ടന് സമീപത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത് കേരള നിയമസഭാ ചരിത്രത്തെക്കുറിച്ചാണ്. 1888 മുതലുള്ള നിയമസഭാ ചരിത്രമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യം തിരുവിതാംകൂർ നിയമസഭാ ചരിത്രം. 1888 മാർച്ച് 30 പാസ്സാക്കപ്പെട്ട ഒരു റെഗുലേഷനിലൂടെ സ്ഥാപിതമായ നിയമനിർമ്മാണ കൗൺസിലാണ് തിരുവിതാംകൂറിലെ ആദ്യ നിയമനിർമ്മാണ സഭ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ ആദ്യ യോഗം 1888 ഓഗസ്റ്റ് 23 സെക്രട്ടേറിയറ്റിൽ ദിവാൻ സർ ടി രാമറാവുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്നു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കൗൺസിലിനു പുറമെ ശ്രീമൂലം ജനകീയ സഭ അല്ലെങ്കിൽ പോപ്പുലർ അസംബ്ലി 1904 ഒക്ടോബർ 1 രൂപീകരിച്ചു. 1904 ഒക്ടോബർ 22 തിരുവനന്തപുരം VJT ഹാളിൽ ദിവാൻ VP മാധവറാവുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ശ്രീമൂലം പോപ്പുലർ അസംബ്ലിയുടെ പ്രഥമ സമ്മേളനത്തിൽ 88 അംഗങ്ങൾ പങ്കെടുത്തു. പിന്നീട് നിയമസഭയുടെ ഘടന പുതുക്കി ദ്വിമണ്ഡല സഭയാക്കുകയും ഉപരിസഭയ്ക്ക് ശ്രീചിത്ര സ്റ്റേറ്റ് കൗൺസിൽ എന്നും അധോസഭയ്ക്ക് ശ്രീമൂലം അസംബ്ലി എന്നും പേര് നൽകുകയും ചെയ്തു. ഇരു സഭകളുടെയും ആദ്യ സമ്മേളനം 1933 ജൂലൈയിൽ VJT ഹാളിൽ നടന്നു. 1947 തിരുവിതാംകൂറിൽ പുതിയ നിയമസഭ പ്രഖ്യാപിക്കപ്പെട്ടു. 21 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും അസംബ്ലിയിൽ വോട്ട് ചെയ്യാം എന്നായിരുന്നു പ്രത്യേകത. 1948 തിരഞ്ഞെടുപ്പ് നടക്കുകയും പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ 3 അംഗ മന്ത്രിസഭ അധികാരമേൽക്കുകയും ചെയ്തു. കൊച്ചി നിയമസഭ. P. നാരായണ മേനോൻ കൊച്ചി ദിവാനായിരിക്കുന്ന കാലത്താണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകൃതമായത്. 1925 ഏപ്രിൽ 1 തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ രാമവർമ്മ മഹാരാജാവ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉദ്ഘാടനം ചെയ്തു. 45 അംഗങ്ങളായിരുന്നു സഭയിൽ. 30 പേർ തിരഞ്ഞെടുക്കപ്പെട്ടവരും 15 പേർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായിരുന്നു. 1938 കൊച്ചി ദിവാനായിരുന്ന R.K. ഷൺമുഖം ചെട്ടി ഇന്ത്യയിലാദ്യമായി ഒരു ജനകീയ മന്ത്രിസഭ അമ്പാട്ട് ശിവരാമ മേനോൻ്റെ നേതൃത്വത്തിൽ നിയമിച്ചു. 1947 സെപ്റ്റംബർ 1 പനമ്പള്ളി ഗോവിന്ദമേനോൻ്റെ നേതൃത്വത്തിലുള്ള ജനകീയ മന്ത്രിസഭ അധികാരമേറ്റു. കൊച്ചിയിലെ അവസാന ജനകീയ പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യർ ആയിരുന്നു. തിരുക്കൊച്ചി നിയമസഭ. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായി. തിരുവിതാംകൂറിലെ 120 അംഗങ്ങളെയും കൊച്ചി നിയമസഭയിലെ 58 അംഗങ്ങളെയും ചേർത്ത് 178 അംഗങ്ങളുള്ള തിരുക്കൊച്ചി നിയമസഭ രൂപീകൃതമാകുകയും ചെയ്തു. തിരുവിതാംകൂർ മന്ത്രിസഭയുടെ തലവനായിരുന്ന പറവൂർ TK നാരായണ പിള്ളയായിരുന്നു തിരുക്കൊച്ചിയുടെ പ്രഥമ മുഖ്യമന്ത്രി. TM വർഗീസ് ആയിരുന്നു തിരുക്കൊച്ചി നിയമസഭയുടെ പ്രഥമ സ്പീക്കർ സ്ഥാനം വഹിച്ചത്. കേരള നിയമസഭ. തിരുക്കൊച്ചിയിലെ അവസാന മുഖ്യമന്ത്രിയായിരുന്ന പനമ്പള്ളി ഗോവിന്ദമേനോൻ 1956 മാർച്ച് 23 രാജിവെച്ചതിനെ തുടർന്ന് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. കേരള സംസ്ഥാനം രൂപീകരിച്ച 1956 നവംബർ 1 കേരളം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിരുന്നു. കേരള പിറവി സമയത്ത് ആക്ടിംഗ് ഗവർണർ ആയിരുന്നത് PS റാവു ആയിരുന്നു. കേരളത്തിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെ ആയിരുന്നു. തിരഞ്ഞെടുപ്പ് നടന്ന 114 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 എണ്ണം ഏകാംഗ മണ്ഡലങ്ങളും 12 എണ്ണം ദ്വയാംഗ മണ്ഡലങ്ങളും ആയിരുന്നു. അങ്ങനെ ആകെ
126 അംഗങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതോടുകൂടി അംഗസംഖ്യ 127 ആയി. കേരളത്തിലെ ആദ്യ നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1-നാണ്. EMSൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യ മന്ത്രിസഭ അധികാരത്തിൽ വന്നത് 1957 ഏപ്രിൽ 5-നാണ്. ആദ്യ കേരള നിയമസഭയിലെ പ്രോടൈം സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് റോസമ്മ പുന്നൂസ് ആയിരുന്നു. ഏപ്രിൽ 27-ന് സ്പീക്കറായി ശങ്കരനാരായണൻ തമ്പിയും ചുമതലയേറ്റു. ആദ്യ ഡെപ്യൂട്ടി സ്പീക്കർ KO ഐഷാഭായി ആയിരുന്നു. ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27-നായിരുന്നു. 1965-ലെ തിരഞ്ഞെടുപ്പിൽ നിയമസഭാ സീറ്റുകളുടെ എണ്ണം 126-ൽ നിന്നും 133 ആയി ഉയർന്നു. 1977-ലെ തിരഞ്ഞെടുപ്പിൽ 140 ആയും ഉയർത്തി. നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന പ്രതിനിധി ഉൾപ്പെടെ 141 പേർ. ആദ്യമായി ഒരു രാഷ്ട്രപതി സംസ്ഥാന നിയമസഭയെ അഭിസംബോധന ചെയ്തത് കേരളത്തിലാണ്. 1997 സെപ്റ്റംബർ 18-ന് രാഷ്ട്രപതിയായിരുന്ന KR നാരായണനാണ് കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. പ്രഥമ കേരള നിയമസഭയിൽ 6 വനിതാ അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പ്രഥമ നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഉമേഷ് റാവു. കാസർഗോഡ് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരളത്തിൽ കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നഷ്ടപ്പെട്ട വ്യക്തി റോസമ്മ പുന്നൂസും കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം ലഭിച്ച വ്യക്തി VR കൃഷ്ണയ്യരുമാണ്. നിയമസഭാംഗത്വം നഷ്ടപ്പെട്ട റോസമ്മ പുന്നൂസ് ഉപതിരഞ്ഞെടുപ്പിലൂടെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള നിയമസഭയിലേക്ക് നടന്ന ആദ്യ ഉപതിരഞ്ഞെടുപ്പ് വിജയി റോസമ്മ പുന്നൂസാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നാണ് കേരളം അറിയപ്പെടുന്നത്. ആദ്യ കേരള മന്ത്രിസഭയിൽ 11 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഏക വനിതാ അംഗം KR ഗൗരിയമ്മയായിരുന്നു. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നടന്ന വിമോചന സമരത്തിൻ്റെ ഫലമായി കേരളത്തിലെ ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിട്ടു. ഭരണഘടനയുടെ 356-ാം വകുപ്പ് പ്രകാരമാണ് കേരള മന്ത്രിസഭയെ പിരിച്ചുവിട്ടത്. കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് PT ചാക്കോ ആണ്.